ആഫ്റ്റർ കോവിഡ് ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു. ആളുകൾ ഇപ്പൊ എന്റെ ഉമ്മ ആമസോൺ പ്രൈമിൽ ദൃശ്യം 2 കണ്ടു. എന്റെ വൈഫ് വാട്സപ്പിൽ മീൻകാരൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് ആ ഫോട്ടോ ഗൂഗിൾ പേയിൽ പേ ചെയ്ത് അത് വാങ്ങിക്കുന്നു. അത്രത്തോളം ടെക്നോളജി വലുത്. നമ്മൾ 10 വർഷം പഠിക്കുന്ന ടെക്നോളജി നമ്മളൊരു 2 വർഷം കൊണ്ട് എല്ലാവരും കണക്റ്റഡ് ആയി. ചെറിയ ചെറിയ മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ പല പല കഫയിലാണ് വെക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ ഒരു ചെറിയൊരു ലൈം ജ്യൂസിൽ ഓർഡർ ചെയ്തിട്ട് നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്കൊന്ന് സെറ്റ് ആയാൽ ഒരു കോഫി ഷോപ്പ് ഉണ്ടാക്കണം, ആ കോഫി ഷോപ്പിൽ സിനിമ ഡിസ്കസ് ചെയ്യാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ചായ കൊടുക്കണം. അങ്ങനെയാണ് സിനിമ ബ്രാൻഡ് സ്റ്റോറീസ് കഫേ എന്നുള്ളൊരു വേർ സ്റ്റോറീസ് ഹാപ്പൻസ് എന്നാണ് അതിന്റെ ടാഗ് ലൈൻ. നമ്മുടെ എക്സൈറ്റ്മെന്റ്സ് ആണ്. നമ്മൾ ഓരോ സംഭവങ്ങൾ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് തോന്നണമല്ല. നമുക്കിപ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നതിനകത്തൊരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കണം ഒരു തോന്നല. അപ്പൊ ആ തോന്നലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ പടച്ചതിന്റെ ഒരു കുതിർത്തുണ്ട്, അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഖൽബ് എന്ന സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊരു ഭയങ്കര കാശ് വാരുന്ന സിനിമയായിട്ടൊന്നുമല്ല. നമ്മൾ റൈറ്റ് ആയിട്ടൊരു അറ്റംപ്റ്റ് റൈറ്റ് ആയിട്ട് ആൾക്കാർ എത്തിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത് മാക്സിമം എഫേർട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഡിജിറ്റലി സ്ട്രോങ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് അതിനുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട്